ഇതാണ് എൻ്റെ ശരീരം പോലും എൻ്റെ കയ്യിൽ ഒതുങ്ങുന്നതാണെന്ന് പറഞ്ഞിട്ടാണ് വേരെടുത്ത് കുത്തി അവിടെ നിന്ന് പരകായ പ്രവേശനത്തോടുകൂടി ആത്മാവ് സുബ്രഹ്മണ്യൻ ശരീരത്തിൽ നിന്ന് ആടുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ചിലപ്പോൾ ആടുമ്പോഴൊക്കെ പറയും ഇതൊക്കെ മനസ്സിൻ്റെ ചഞ്ചലാട്ടമാണെന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കാറുണ്ട്. അങ്ങനെ പറയാൻ പാടില്ല. അതായത് പരകായ പ്രവേശനം എന്ന് പറഞ്ഞൊരു ശക്തിയുണ്ട്. ധ്യാനത്തിലൂടെ ചില പ്രവേശനങ്ങൾ ശരീരത്തിലുണ്ടാകും. അതുകൊണ്ടാണ് അവർ ഇവിടെ ഇന്ന് ഞാനിവിടെ കണ്ടു ഒത്തിരി പേര് ആ വേരെടുത്ത് കുത്തുമ്പോഴത്തേക്ക് ഞാൻ എൻ്റെ ശരീരത്തെ പോലും ത്യജിക്കുകയാണ് ഭഗവാന് വേണ്ടി. എൻ്റെ മാംസവും രക്തവും എനിക്ക് ഒന്നും ഒരു പ്രശ്നമേ ഇല്ല, എല്ലാം ഭഗവാന്റെ മുന്നിൽ ഞാൻ സമർപ്പിക്കുകയാണ്. അതാണ് ഈ വേരെടുക്കുന്നത്. അപ്പം ഇത് ചിലപ്പം ചില പ്രശ്നങ്ങൾ പറയും ഇതൊക്കെ വെറും പ്രാർത്ഥനമാണെന്നൊക്കെ പറയും. നമുക്കൊരു സൂചി കുത്തുമ്പോൾ തന്നെ വല്ലാത്ത വേദന ഉണ്ടാവും. ഒന്ന് ആലോചിച്ച് നോക്കും. അപ്പം ഇനി എന്താണ് വിശാഖ നക്ഷത്രം? വിശാഖ നക്ഷത്രം എന്ന് പറയുന്നത് തുലാമാസത്തെ വൈശാഖ മാസം. തുലാമാസം വളരെ പ്രധാനപ്പെട്ട തുലാമാസത്തെ ഷഷ്ടി. ആ തുലാമാസത്തെ ഷഷ്ടി വിശാഖ നക്ഷത്രം എന്ന് പറയുന്നത് വൈശാഖ മാസത്തെ വിശാഖ നക്ഷത്രം. ശിവന്റെ രേഖസ് ഞാൻ ആദ്യം പറഞ്ഞു 6 മുഖമുണ്ടെന്ന്. 6ാമത്തെ മുഖത്തിൽ നിന്നും ഉത്ഭവിച്ച ശക്തി അഗ്നിയാണ്. അഗ്നി എന്ന് പറയുന്ന ശക്തി, ആ അഗ്നി താങ്ങാനാവാനില്ല. എന്തുകൊണ്ട് അഗ്നി വന്നു? അപ്പൊ അവിടെ അസുരന്മാരുടെ കഥ പറയേണ്ടി വരും. അതായത് താരകാസുരനും പത്മാസുരനും നികുഞ്ചാസുരനും ഇവരെല്ലാം ദൈവലോകം അടക്കി വാഴിക്കുന്ന സമയത്ത് എല്ലാ ദേവതകളും സുബ്രഹ്മണ്യൻ, ജ്ഞാന സുബ്രഹ്മണ്യനല്ല ശിവൻ യോഗനിഷ്ഠയിലിരിക്കുന്ന സമയം. ശിവൻ യോഗനിഷ്ഠ എന്ന് പറയുമ്പോൾ യോഗനിഷ്ഠ എന്താണ്? സതീദേവിയെ വെടിഞ്ഞതിന് ശേഷം വൃക്ഷച്ചുവട്ടിൽ പോയി യോഗനിഷ്ഠയിൽ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന ശിവൻ, അതാണ് ദക്ഷിണാമൂർത്തി. തെക്കോട്ട് തിരിഞ്ഞിരുന്ന ദക്ഷിണാമൂർത്തി. ആ സമയത്ത് ഒരിക്കലും കടാക്ഷം ഉണ്ടാവില്ല. മീൻസ് ജ്ഞാനനിഷ്ഠയിലിരിക്കുന്ന ശിവനാണ്. ഇപ്പൊ വെള്ളം പറയാം. നമ്മൾ കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ മനസ്സിനൊരു ചൈതന്യം ഉണ്ടാകണം. ഉടനെ പറയുന്നത് 10 ഭാവന സപ്താഹം കേൾക്കും, ഇതാ ക്ലാസ്സുകൾ പോയി കേൾക്കും. പക്ഷെ മനസ്സിനൊരു ചൈതന്യം ഉണ്ടാക്കിയിടണം, എന്നാലേ അത് പ്രയോജനം ഉണ്ടാവും. എല്ലാവരും കുറിയെ കേട്ടിട്ടുണ്ട്. കുറിയുടെ കാര്യം കൂടെ പറയാനുണ്ട്. എന്തിനാണ് കുറിയിടുന്നത് പോലും ആർക്കും അറിയില്ല. എങ്ങനെ കുറിയിടണം? കിടക്കുന്നത് പറഞ്ഞോട്ടെ 3 കുറി എടുത്ത് ചെറിയിടും പാടില്ല. 3 ഭസ്മക്കുറി ഇടവസ്ഥിതി തുടങ്ങി കണ്ടുപിടിച്ചോട്ടെ 3 ഭസ്മക്കുറി നമുക്ക് പാടില്ല. ബ്രഹ്മചര്യം, ഗൃഹാശ്രമം, വാനപ്രസ്ഥം കഴിഞ്ഞ് 3 ഉണ്ടാവും. നമ്മളതൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പം നമുക്ക് 2 കുറി ഇടത് വശത്ത് ഈ ബ്രഹ്മാണ്ടത്തെ വലയം ചെയ്ത് 2 കുറിയിലാണ്. ചന്ദനം ഇങ്ങനെ വരയ്ക്കരുത്. ചന്ദനം വിഷ്ണു സ്വരൂപമാണ്, വൈഷ്ണവമാണ്, തണുപ്പിക്കുന്നതാണ്, ആഹാരസ്വരൂപമായ വ്യക്തിയാണ്. അവിടെ വേണ്ടത് ശുചിവരയുടെ ആകൃതിയിലുള്ള ഗോപി ചന്ദനം. ഗോപി ഇങ്ങനെ ഇടണം. കുങ്കുമം ശാക്തേയമാണ്. കുങ്കുമം ശാക്തേയം ശക്തിയാണ്. ലോകത്തിൻ്റെ സർവത്തിനെയും ചേർത്ത് ഒരു ബിന്ദുവിലാക്കി സമർപ്പിക്കുന്നതാണ് ഇതൊന്ന് കുങ്കുമം. ഇത് പറഞ്ഞുകൊണ്ട് എല്ലാവരും കുറിയെഴുതിയും അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പം അതാണ് അതിൻ്റെയും പൊരുള്. അതുകൊണ്ട് നമ്മുടെ അവയാട് പറഞ്ഞത് തത്വം എന്നെ നീ ചൊല്ലുമുക. എല്ലാത്തിനും തത്വം വേണം. തത്വമില്ലാமல் ഒന്നുമേ ചൊല്ല മുടിയാതെ എന്ന് പറയും. അപ്പം നേരിനെ പറ്റി ഞാൻ പറഞ്ഞു. നിങ്ങൾ നേരത്തെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. തിരുപ്പുകൾ ഇപ്പോൾ കേട്ടിട്ടുണ്ടോ? ആരെഴുതിയതാണ്? തിരുപ്പുകൾ പാടമേ കടലാടും എന്ന് പറഞ്ഞിട്ടുണ്ട്. പഴനിയിലെ ഇരിക്കും സ്കന്ദപ്പഴം, പാറയിലെ കൊടുക്കും മഞ്ഞുപഴം, പഴമുഖ ചോലയിലെ മുതലപ്പഴം. ആനത്തെ
தெரியுமா உங்களுக்கு என்னது இந்த വേലയ്ക്ക് ഒരു ശക്തി കൂടെ ഇருக்கு. അതിന് അരുണഗിരിനാഥൻ പറഞ്ഞിട്ടുള്ള ഒരു സ്കന്ദനത്തിൽ ഒരു ശ്ലോകമുണ്ട്. നെഞ്ചക്കന കല്ലും നെഴിന്തറുക തുഞ്ചത്തട അരുൾ ഷൺമുഖനുക്ക് എൽശേർ. കല്ല് പോലുള്ള ഈ മനസ്സിനെ കുത്തിപ്പൊടിച്ച് നിർമ്മലമാക്കാനുള്ള ശക്തിയാണ് എന്നുള്ളത് വേലിനുള്ളത്. അതാണ് നെഞ്ചക്കന കല്ലും. നെഞ്ചിലിരിക്കുന്ന കല്ലിനെ ഇല്ലാതാക്കുന്നത് എന്താണ്? വേലാണ്. അപ്പം ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത് വൈശാഖ മാസത്തെ വിശാഖ നക്ഷത്രം. അപ്പം എല്ലാവർക്കും ഏകദേശം ഒരു പിടി കിട്ടിയല്ലോ. അല്ലാതെ ഞാൻ വിശാഖം വരാൻ പോകണം, ഇന്ന് കാർത്തികയാണ്, കാർത്തിക നക്ഷത്രം എന്തായിരുന്നു പ്രാർത്ഥന അറിയില്ല. എല്ലാവരും പോകണം, ഞാനും പോകണം. അതുകൊണ്ട് വൈശാഖ മാസത്തെ വിശാഖ നക്ഷത്രത്തിലാണ് ദേവന്മാരെല്ലാവരും പോയി ശിവനോട് പറഞ്ഞു, ഞങ്ങൾക്ക് ഈ അസുരന്മാരുടെ ഇന്ദ്രൻ ഉൾപ്പെടെ സഹിക്കാൻ വയ്യ, അങ്ങ് കടാക്ഷിക്കണമെന്ന് പറഞ്ഞു. പക്ഷേ ശുക്രാചാര്യരുടെ മക്കളാണ് ഈ അസുരന്മാർ. അതറിയാമല്ലോ. കശ്യപമുനിക്ക് ഒരു മായാമോഹിനിയിലുണ്ടായ സന്ദർഭത്തിലാണ് ശങ്കരാചാര്യൻ്റെ ഒരു പാട്ട് അഷ്ടകം പാടിയിട്ടുണ്ട്. ഹേ സ്വാമിനാഥ കരുണാകര ദീനബന്ധോ ശ്രീപാർവതി സർവമംഗള പത്മബന്ധോ ശ്രീ സാരിഗണ സേവിത പാദപോജിത കരാവലംബം എന്നെ കൈപിടിച്ച് കേൾക്കണേ എന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കുകയാണ്. എന്നെ കൈപിടിച്ച് കേൾക്കണേ എന്ന് ശങ്കരാചാര്യർ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ശങ്കരാചാര്യർക്ക് ശ്വാസരോഗം വന്നപ്പോഴത്തേക്ക് ഒരു മഹാമുനി അരുളി ചെയ്താണ് തിരുച്ചെന്തൂർ പോയി സുബ്രഹ്മണ്യ ഭുജംഗം പാടാനുമുണ്ട്. അങ്ങനെയാണ് സുബ്രഹ്മണ്യ ഭുജംഗം സദാപാലരൂപാവി മഹാവി എന്ന് പറയുന്നത് തുടങ്ങുന്ന ആ ശ്ലോകം ശിവനെ ഒക്കെ പ്രകീർത്തിച്ചുകൊണ്ട്, ഗണപതിയെ പ്രകീർത്തിച്ചുകൊണ്ട് സുബ്രഹ്മണ്യ ഭുജംഗം പറഞ്ഞു കഴിഞ്ഞാൽ സർവകാസം, രോഗം, കുഷ്ഠം ഇത് മുതലായ എല്ലാം മാറും എന്നാണ് പറയുന്നത്. സുബ്രഹ്മണ്യ ഭുജംഗം പിന്നെ നാൾക്ക് സമയമില്ല അതിൽ കിട്ടാൻ. അപ്പം അതിൽ ഈ വൈശാഖ മാസത്തെ വിശാഖ നക്ഷത്രത്തിൽ പ്രാധാന്യം പറയുന്നത് ആ വൈശാഖ മാസത്തിലാണ് ഈ എല്ലാവരും പോയി ശിവനെ പ്രാർത്ഥിക്കുകയും ശിവൻ ജ്ഞാനരൂപനായിരിക്കുന്ന ശിവനോട് എങ്ങനെയെങ്കിലും ഞങ്ങളെ രക്ഷിക്കണമെന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ ശുക്രാചാര്യരുടെ ഭാര്യ ആ രാക്ഷസന്മാരോട് പറഞ്ഞു, നിങ്ങൾ ശുക്രാചാര്യൻ നല്ല ഉപദേശം കൊടുത്ത് നന്നാവാൻ പറ്റൂല എന്നുള്ള ഈ എന്താണ് ഈ രാക്ഷസന്മാരെ കൊണ്ട് ലോകം നിറയ്ക്കുക എന്നുള്ള ഒരു ഭാര ലക്ഷ്യമായിരുന്നു അവർക്ക്. അവരെന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വംശം കൂട്ടാൻ വേണ്ടി ശിവനെ ഹോമം ചെയ്യാൻ പറഞ്ഞു. ശിവൻ പ്രത്യക്ഷനാവുക. അതായത് ശിവൻ നമ്മൾ വിചാരിക്കും ശിവൻ ക്ഷിപ്രമോഹിയാണെന്ന്. ശിവൻ ക്ഷിപ്രമോഹിയല്ല, പെട്ടെന്ന് പ്രസാദിക്കുന്ന ദേവനാണ്. പക്ഷേ സുബ്രഹ്മണ്യൻ അങ്ങനെയല്ല. ഞാൻ പറഞ്ഞു, ഉപാസന നടത്തി കഴിഞ്ഞാൽ ജന്മശുദ്ധി, ക്രിയാശുദ്ധി, സ്ഥലശുദ്ധി, മന്ത്രശുദ്ധി ഇല്ലെങ്കിൽ കിട്ടും, പണി കിട്ടും. അപ്പോൾ ആരാധിക്കാം, പൂർണ്ണമായും എന്നും ആരാധിക്കാൻ സുബ്രഹ്മണ്യൻ. ഉപാസന വേണ്ട. ജ്യോതിഷന്മാരെ നമ്മൾ ഉപാസിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിനും പണി കിട്ടും. അപ്പോൾ ആ ഉപാസന മൂലം മാത്രമേ എന്ന് പറയാൻ സാധിക്കുള്ളൂ. അപ്പം ശിവനെന്ന് പറയുന്നത് സർവസംഘ പരിത്യാഗിയാണ്, എല്ലാം പരിത്യജിക്കുന്ന ആളാണ്. അപ്പം ശിവനെ പ്രാർത്ഥിച്ച് ഹോമം നടത്തി അവസാനം പത്മാസുരൻ ശിവൻ പ്രസാദിക്കുന്നില്ല. പത്മാസുരൻ എന്ത് ചെയ്തു? തൻ്റെ കൈയും കാലും ഒക്കെ വെട്ടി ഹോമകുണ്ടത്തിലിട്ട് സ്വയം സമർപ്പിച്ചു. ശിവനത് കണ്ട് താങ്ങാൻ പറ്റിയില്ല. ഗംഗയെ കൊണ്ടുവന്നു. ഗംഗ അതിൽ അഭിഷേകം ചെയ്ത് ഗംഗയെ അതിന് പുനരുദ്ധരിച്ചു. എന്നിട്ട് ശിവൻ പ്രത്യക്ഷമാകാത്തത് കൊണ്ട് ബാക്കി അസുരന്മാർ, താരകാസുരനും മറ്റുള്ള അസുരന്മാരും എല്ലാം കൂടെ ചേർന്ന് ഹോമകുണ്ടത്തിൽ ആത്മബുദ്ധി ചെയ്യാനെ കൊണ്ട് ശ്രമിക്കുകയായിരുന്നു. അങ്ങനെ ഹോമകുണ്ടത്തിൽ ആത്മബുദ്ധി ചെയ്യാൻ ശ്രമിച്ചപ്പോഴത്തേക്ക് ശിവൻ, സാക്ഷാൽ ശിവൻ, നിങ്ങൾക്ക് എന്ത് വരം വേണമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞങ്ങൾക്ക് മരണം പാടില്ല, മരണമില്ലാതെ ഒരിക്കലും ജീവിതമുണ്ടാവില്ല, ജനനമാണെങ്കിൽ മരണമുണ്ട്, അത് സാധിക്കുകയില്ല എന്ന് ശിവൻ പറഞ്ഞു. അപ്പം ഇവർ വിചാരിച്ചു, ഈ ബ്രഹ്മസ്വരൂപനായ ജ്ഞാനനിഷ്ഠയിലിരിക്കുന്ന ഈ ശിവൻ ദക്ഷിണാമൂർത്തിക്ക് എങ്ങനെ സന്താനം ഉണ്ടാകും? ഒരിക്കലും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു. അങ്ങയിൽ നിന്നുണ്ടാകുന്ന ഒരു സന്തതിക്ക് മാത്രമേ ഞങ്ങളെ വധിക്കാനോ കൊല്ലാനോ പാടുള്ളൂ എന്ന് ഒരു വരം ചോദിച്ചു.
അപ്പം ശരിക്കും പറയുകയാണെങ്കിൽ ഒരു വില്ലൻ ഉണ്ടെങ്കിൽ ഒരു കഥാനായകൻ ഉണ്ടാകുന്നു. അങ്ങനെയാണ് ഈ വൈശാഖ നക്ഷത്രത്തിൻ്റെ അന്ന് ശിവന്റെ 6ാമത്തെ മുഖത്തിൽ നിന്നുള്ള തേജസ്, ആ കണ്ണിൽ നിന്നും 6 ശക്തികൾ, അത് ഏകസ് എന്ന് പറയുന്നത് ശിവശക്തികൾ താങ്ങാനാവാത്ത അഗ്നിക്ക് നൽകി. അഗ്നി പോലും ജയിച്ച് എനിക്ക് താങ്ങാൻ വയ്യ ഈ ശക്തികളെ എന്ന് പറഞ്ഞ് ഗംഗയെ കൊണ്ട് സമർപ്പിച്ചു. ഗംഗ 1000 വർഷം ആ ഗർഭം ധരിച്ചിരുന്നു. അവർ വൈശാഖ മാസത്തെ വിശാഖ നക്ഷത്രത്തിലാണ് ഈ രേതസ്സുകൾ ആ അഗ്നിയിൽ പ്രവേശിച്ചത്. അതാണ് വൈശാഖ നക്ഷത്രമാണ്, വിശാഖമാണ് സുബ്രഹ്മണ്യന്. എപ്പോഴാണോ ആ രേതസ് പതിക്കുന്നോ അതാണ് യഥാർത്ഥത്തിലെ ആ നക്ഷത്രം. അങ്ങനെയുള്ള ആ രേതസ് പതിച്ചത് വിശാഖ നക്ഷത്രത്തിനായിരുന്നു. അപ്പം ഈ വിശാഖ നക്ഷത്രത്തിൻ്റെ അന്ന് 1000 വർഷം ഗംഗയ്ക്ക് ചുമക്കാൻ സാധിക്കാതെ ഗംഗ അതിനെ ശിവൻ തന്നെ പറഞ്ഞു, നിനക്കും താങ്ങാൻ വയ്യെങ്കിൽ നീ ഒരു കാര്യം ചെയ്യുക, ശരവണ പൊയ്കയിൽ 6 താമരപ്പൂക്കളിൽ നിക്ഷേപിക്കാൻ പറഞ്ഞു. അങ്ങനെ 6 താമര പൊയ്കയിൽ നിക്ഷേപിച്ച് ആ കൃത്തികകൾ, കാർത്തിക നക്ഷത്രത്തിൻ്റെ 6 നക്ഷത്രങ്ങൾ ചേർന്ന്, ഞാൻ പറഞ്ഞല്ലോ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്ന ആ നക്ഷത്രങ്ങൾക്കൊക്കെ 27 നക്ഷത്രങ്ങളെന്ന് പറയുന്നത് തന്നെയും അതിനൊരു കഥയൊക്കെ ഉണ്ട്. അത് ചന്ദ്രനെ കിട്ടിയ ശാപമൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ അവരെ സംരക്ഷിക്കുകയും പാർവതീ ദേവി ഈ 6 പേരെയും ചേർന്ന് താലോലിച്ച് ഒറ്റ രൂപമാക്കി 6 ആധാരശക്തികളുടെ മുഖമാക്കി മാറ്റി. അങ്ങനെയാണ് സുബ്രഹ്മണ്യൻ്റെ അവതാരം വന്നത്. അപ്പം എന്തിനാണ് അസുരന്മാരെ കൊല്ലാനാണ്. അപ്പം ഈ ആദ്യമായിട്ട് കൊന്നത് താരകാസുരനെ ഒക്കെ, അതായത് അവസാനം കൊല്ലുന്നതാണ് ഈ ശൂരപത്മനെ, പത്മാസുരനെ. അത് തിരിച്ചെത്തൂർ വെച്ചാണ് അത് കൊന്നത്. ത്രിസന്ധ്യാസമയത്ത് 6 മണിക്ക് അവിടെ എപ്പോഴും തുലാമാസത്ത് ഷഷ്ടിക്ക് ഒരു ചടങ്ങുണ്ട്. ഒരു വലിയൊരു രൂപമൊക്കെ ഉണ്ടാക്കി, ഈ പത്മാസുരൻ്റെ രൂപം ഉണ്ടാക്കി സുബ്രഹ്മണ്യനായിട്ട് ഒരാളെടുത്ത് വേരെടുത്ത് വയറിൽ കുത്തുകുത്തി അതിൽ മഷിയൊക്കെ കലക്കി കടലിങ്ങനെ. അതുകൊണ്ടാണ് തിരിച്ചെന്തൂർ, സെന്തൂരിൽ വാഴും മുരുക എന്ന് പറഞ്ഞൊരു പാട്ട് തന്നെയുണ്ട്. സെന്തൂരിൽ വാഴും. ചെന്തൂർ എന്ന് പറഞ്ഞാൽ കുങ്കുമം പോലെ ചുമന്ന കടല്. അങ്ങനെയുള്ള ആ കടലിലാണ്, അവിടെയാണ് യഥാർത്ഥ 60 വീടുകളിൽ ഒന്നാണ്. അവിടെയാണ് അസുരനെ, അതായത് ശൂരപത്മനെ സംഹാരം ചെയ്ത സ്ഥലം എന്നാണ് പറയുന്നത്. അതിനുശേഷമാണ് ഈ താരകാസുരനെയൊക്കെ ഈ പൂയ നക്ഷത്രത്തിലാണ് കൊന്നത്. അപ്പോൾ അവിടെ വ്യക്തമായി. അപ്പോൾ അവിടെ എന്തിനാണ് ഈ ഷഷ്ടിവ്രതം? ഷഷ്ടിവ്രതം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ സുബ്രഹ്മണ്യന് സമയായ അപ്പം ഷഷ്ടിവ്രതം എടുത്ത് സുബ്രഹ്മണ്യൻ താൻ ചെയ്ത ചില തെറ്റുകൾക്കായിട്ട്, തെറ്റൊക്കെ ചെയ്തതിൻ്റെ പ്രകൃതിയുടെ നിയമമാണ്. എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ സർപ്പരൂപം കൊണ്ട് മറഞ്ഞു. ദേവി വളരെ അസ്വസ്ഥയായി. ശിവനിൽ നിന്നുണ്ടായ സന്തതിയാണെങ്കിലും എൻ്റെ പുത്രനാണല്ലോ. അതിദുഃഖിതയായ ദേവിയോട് പറഞ്ഞു, നീ 1000 ഷഷ്ടിവ്രതം എടുക്കണം. ഷഷ്ടിവ്രതം എടുത്താൽ നിനക്ക് നിന്റെ പുത്രനെ തിരിച്ചു കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ ഷഷ്ടിവ്രതം എടുത്തപ്പോൾ കാട്ടിലെ അതിതേജസ്യായ സുബ്രഹ്മണ്യൻ്റെ രൂപം ഒരു ഷഷ്ടി ദിവസമാണ്. ഷഷ്ടി 6ാം ദിവസം, ഒരു 6ാം ദിവസമായപ്പോൾ ഷഷ്ടിവ്രതത്തിൽ സുബ്രഹ്മണ്യൻ പ്രത്യക്ഷമായി. അതാണ് ഷഷ്ടിവ്രതത്തിൻ്റെ പിന്നിലുള്ള തത്വം. അപ്പം ഈ സ്ത്രീകളെ ഷഷ്ടിവ്രതം എടുത്തു കഴിഞ്ഞാൽ മക്കൾ നന്നാകും. മക്കൾ പുറപ്പെട്ടു പോവുകയോ അനുസരണയില്ലായ്മയോ ഒക്കെ കാണിച്ചാൽ ഷഷ്ടിവ്രതം എടുക്കുന്നവർ, ഷഷ്ടിവ്രതം എടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് നന്മ ഉണ്ടാവും. അതാണ് ഷഷ്ടിവ്രതത്തിൻ്റെ പിന്നിലുള്ള പ്രധാന തത്വം. അപ്പം ഈ തൈപ്പൂയം എന്ന് പറയുന്നത്, തൈമാസം എന്ന് പറയുന്നത് കാളികളുടെ നല്ലൊരു കാലഘട്ടമാണ്. തൈമാസം എന്ന് പറയുന്നത് മനോഹരമായ കാലാവസ്ഥയും കാലത്തുള്ള തണുപ്പും ഒക്കെ ആയിട്ടുള്ള ആ ഒരു തൈപ്പൂയത്തിൻ്റെ പ്രാധാന്യം പറഞ്ഞു. ഈ തൈപ്പൂയമാണ് പേര് കൊടുത്തത്. അതേസമയം പള്ളിയും ദൈവാനും വിവാഹം കഴിച്ചത് തൈപ്പൂയം എന്ന് പറയുന്നുണ്ട്. പൂയ നക്ഷത്രത്തിലാണ്. അപ്പം ചില സ്ഥലങ്ങളിൽ അതും ആഘോഷിക്കാറുണ്ട്. അപ്പം ഇങ്ങനെ അതിന് വേറൊരു ഡിസ്പ്യൂട്ടുണ്ട്. പള്ളിയെ വിവാഹം ചെയ്തത് പൈങ്കിളി ഉത്രത്തിൻ്റെ അന്ന്, ഈ
ദേവാലയം ചെയ്തത് ദേവസേനാധിപൻ ദേവാലയം വിവാഹം ചെയ്തത് ഈ പൂയ നക്ഷത്രത്തിന് എന്തുകൊണ്ട്? അപ്പം കാർത്തിക, പൂയം, വിശാഖം ഈ നക്ഷത്രങ്ങളെല്ലാം സുബ്രഹ്മണ്യന് വളരെ പ്രാധാന്യമുള്ളതാണ്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ദയവ് ചെയ്ത് പറഞ്ഞു കൊടുക്കണം. എല്ലാവർക്കും മനസ്സിലായിട്ടാണെന്ന് വിചാരിക്കുന്നു. കാർത്തിക ഞാൻ പറഞ്ഞു, വിശാഖ നക്ഷത്രം പറഞ്ഞു, പൂയ നക്ഷത്രം പറഞ്ഞു, ഷഷ്ടി പറഞ്ഞു, കാവടി എന്താണെന്ന് പറഞ്ഞു, വേരിന്റെ ശക്തി എന്താണെന്ന് പറഞ്ഞു. 3 ശക്തികളുമാണ്. 28 നാമങ്ങളാണ് ഭഗവാനുള്ളത്. അപ്പൊ ഇവിടെ വേറൊരു കാര്യം നമ്മൾ ഓർമ്മിക്കണം. ഞാനൊരു കാര്യം പറഞ്ഞു, ജ്യോതിഷം എന്ന് പറയുന്നത് ചൊവ്വാഗ്രഹവുമായി ബന്ധപ്പെട്ടതാണ്. ചൊവ്വ ചുവന്ന നിറമാണ്. അപ്പം സുബ്രഹ്മണ്യന്റെ ഒരു പ്രധാനമായ ഗ്രഹമാണ്. നമ്മൾ അതായത് രാശിചക്രം വരയ്ക്കുമ്പോൾ എല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് ഒരു ഷട്കോണം ഉണ്ടാകും. ആ ഷട്കോണത്തിൻ്റെ മുകൾ ഭാഗത്ത് ശിവനും താഴെ ദേവിയുമാണ്. സുബ്രഹ്മണ്യ ചക്രം അറിയാമല്ലോ, ഷട്കോണമാണ്. അപ്പം അതും പറയണമല്ലോ. അപ്പം അതിന് നമുക്ക് പഴയ മുരുകൻ പടിഞ്ഞാറോട്ടുള്ള ദർശനം. അപ്പം ഈ 60 മീറ്റർ 6 സുബ്രഹ്മണ്യന്റെ സ്ഥാനം 6 ആധാരങ്ങളെ സങ്കല്പിച്ചാണ് ഈ 60 വീട് എന്ന് പറയുന്നത്. ശ്രീലങ്കയിലും തമിഴ്നാട്ടിലുമാണ് 60 വീട്. അതുകൊണ്ടാണ് തമിഴ്നാടാണ് സുബ്രഹ്മണ്യന്റെ ആ സർവ്വവ്യാപിയായിരിക്കുന്നതെന്ന് പറയും. പക്ഷേ പടിഞ്ഞാറോട്ടുള്ള ഈ ദർശനമാണ് കേരളത്തെയും സംരക്ഷിക്കുന്നത് കൊണ്ട് കിടങ്ങൂരും അതുപോലെ തന്നെ നമ്മുടെ ഈ പയ്യന്നൂരും ഒക്കെ ആ പഴനിയുടെ ദർശനമുള്ള സ്ഥലങ്ങളാണ് എന്ന് പറയും. അപ്പോൾ ഈ 60 വീട് സ്വാമിനാഥൻ വളരെ പ്രധാനമാണ്. സ്വാമിനാഥൻ, സ്വാമിമല, ആ സ്വാമിമലയിൽ വെച്ചാണ് ഉപദേശം കൊടുത്തത്. ആർക്ക്? അച്ഛന് ഓങ്കാരത്തിൻ്റെ പദം. ബ്രഹ്മാവിനെ തളച്ചത് എന്തിനാണ്? അഹങ്കാരം കാണിച്ചു ബ്രഹ്മാവ്. സദസ്സിന് പോയപ്പോഴത്തേക്ക് ഓങ്കാരത്തിൻ്റെ ഞാൻ തന്നെ ഓങ്കാരം എന്താണെന്ന് ചോദിക്കുമ്പോൾ പറയാൻ വയ്യ. ഞാൻ തന്നെയാണ് ഓങ്കാരം എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞാൽ കൊള്ളില്ലല്ലോ. ഞാനൊരു ബാലനാണെങ്കിലും എനിക്ക് കിട്ടേണ്ട അദ്ദേഹത്തിന് കൊടുക്കേണ്ട ഒരു അംഗീകാരം കൊടുത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു അദ്ദേഹം? അത് കംപ്ലീറ്റായിട്ട് ബ്രഹ്മാവിനെ തളയ്ക്കുകയാണ് ചെയ്തത്. ബ്രഹ്മാവിനെ തളച്ച ആളാണ്. അപ്പം അങ്ങനെ അവിടെ ഒരു വലിയൊരു തത്വം അടങ്ങിയിട്ടുണ്ട്. എന്താണ്? ബാലനായാൽ പോലും ആ കഴിവിനെ നമ്മൾ എന്ത് ചെയ്യണം? അംഗീകരിക്കണം. അംഗീകരിക്കാത്തതാണ് ആ പനിഷ്മെന്റ്. ശിവനിൽ നിന്നും ഒരു പാഠം നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. സ്വന്തം കുട്ടികൾ വല്ലതും പറയുമ്പോഴത്തേക്ക് ഏയാന്റെ തന്തയാണ്, അതുകൊണ്ട് എനിക്കിതൊന്നും കേൾക്കണ്ട എന്ന് പറയേണ്ടത്. ശിവന് ഓങ്കാരത്തിന്റെ പ്രണവമന്ത്രം എന്താണെന്ന് ഉപദേശിച്ചത് ആ സുബ്രഹ്മണ്യനാണ്. അതുകൊണ്ടാണ് ഗുരുവിന്റെ ഗുരുവായ ശിവഗുരു, അദ്ദേഹത്തിന്റെ ഗുരു പവനപുരൻ, അതാണ് ശ്രീകൃഷ്ണൻ. അപ്പൊ ഇതിനെ 3 പേര് യോഗീശ്വരന്മാരെന്നാണ് വിളിക്കുന്നത്. അതായത് നമ്മുടെ ഈ ഇംഗ്ലീഷ് ലാർഡ് കൃഷ്ണ എന്ന് പറഞ്ഞ ലാർഡ് സുബ്രഹ്മണ്യ ലാർഡൊന്നും അല്ല, അത് മനുഷ്യന്റെ ലാൻഡോടാണ്. ലോർഡ് സുബ്രഹ്മണ്യ എന്ന് വേണം പഠിപ്പിക്കാൻ, അല്ലാതെ ലോർഡ് സുബ്രഹ്മണ്യ അല്ല. അപ്പൊ യഥാർത്ഥത്തില് ഗുരുവായൂർ മുരേശനും കൃഷ്ണനും സുബ്രഹ്മണ്യനും അതുപോലെ ശിവനും യോഗീശ്വരന്മാരാണ്. യോഗം കണ്ട യോഗ എന്ന് പറയുമ്പോൾ ഇന്നത്തെ പൂക്കളത്തിങ്ങനെ വലിക്കുന്നത്, ഇങ്ങോട്ട് ശ്വാസം വിടുന്നതും ഇങ്ങോട്ട് കൈവക്കുന്നതും അല്ല യോഗം. ഘടയോഗങ്ങള്, യോഗവിദ്യകൾ പ്രത്യേകമുണ്ട്. അപ്പൊ ഈ യോഗവിദ്യ പഠിച്ചവരാണ് ഇവരെല്ലാം. അവരാണ് യോഗീശ്വരന്മാര്, അല്ലാതെ യോഗയൊന്നും അല്ല. അങ്ങനെ യോഗീശ്വരന്മാരാണ് മഹാദേവനും കൃഷ്ണനും സുബ്രഹ്മണ്യനും. അപ്പൊ ഈ യോഗീശ്വരന്മാര് ആ സുബ്രഹ്മണ്യൻ ഉപദേശിച്ചപ്പോഴത്തേക്ക് ശരിക്കും ശിവനത് അറിയാം. മകൻ എന്ത് പറയുന്നു എന്ന് കേൾക്കാൻ കൊണ്ട് ഒരു മനസ്സ് വിമുഖത കാണിക്കാതെ അതിനെ അംഗീകരിച്ചു. അപ്പൊ എന്താണ് അവിടെ ഒരു പാഠം പഠിക്കുന്നത്? എന്താണ്? മകനായിരുന്നാലും നല്ല കാര്യങ്ങൾ ഉപദേശിക്കുമ്പോൾ അത് കേൾക്കാനുള്ള മനോഭാവം മാതാപിതാക്കൾക്ക് ഉണ്ടാക്കണം. എന്നാലേ ആ കുടുംബത്തിന് നന്മ ഉണ്ടാവുള്ളൂ. അവിടെ ഒരു തത്വമാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ ഈ തത്വം നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. അതാണ്. ഇനി തിരിപ്പുകളില്ലാതെ ഒരു സുബ്രഹ്മണ്യൻ ഇല്ല. തിരിപ്പുകൾ എന്ന് പറയുന്നത് വേദം തേണ്ടാം, സകല വിത്തൈ തേണ്ടാം, ഗീതം തേണ്ടാം,
നാദം വേണ്ട, ജ്ഞാനനൂൽ വേണ്ട, ഗുരുപ്പുകഴை വേവില്ല കൊറ്റവൻകാൻ പോറ്റും. തിരുപ്പുകഴാണ് സുബ്രഹ്മണ്യന്. ഇവിടെ കമ്മിറ്റിക്കാരോട് ഒരു അഭ്യർത്ഥനയുണ്ട്. എപ്പോൾ പാട്ടൊക്കെ പാടും. തിരുപ്പുകൾ പാടലേ കടലാൾ എന്നാ എന്ത് തിരുപ്പുകൾ? മുരുകനുക്ക് തിരുപ്പുകഴെ കേട്ടാൽ എല്ലാ മന്ത്രങ്ങളും കേട്ടത് മാതിരിയാക്കും. അപ്പൊ അന്ന് തിരുപ്പുകൾ എന്നാ എന്നുള്ളത്, തിരുപ്പുകൾ ഒരു ദിവസമായി വലിയ ചെലവൊന്നുമില്ല, ഒരു കേന്ദ്ര ഒരു ഇത് കൊണ്ടുവന്ന് അവർ പാടും. ആ തിരുപ്പുകൾ ത്രിസന്ധ്യാസമയത്ത് മുരുകനെ പാടി കേൾപ്പിക്കുന്നത് ഇവിടെ എപ്പോഴും കൃഷ്ണന്റെ സാന്നിധ്യമുണ്ട്. അതാണ് നമ്മൾ ഒരു കാര്യം ഓർമ്മിക്കുക, സുബ്രഹ്മണ്യൻ എവിടെയുണ്ടോ അവിടെയെല്ലാം കൃഷ്ണനുണ്ട് എന്ന് പറയും. കാരണം ഒരു ഉപചാരമന്ത്രമുണ്ട്. മന്ത്രമൊക്കെ പറയാൻ പാടില്ല, എന്നാലും പറയണം. ഒരു ഉപചാരമന്ത്രം കൃഷ്ണന് പോലും ഗുരുവായൂരിന് പോലും ഈ ഉപചാരമന്ത്രം പറഞ്ഞാണ് സമർപ്പിക്കുന്നത്. ആ മന്ത്രം ഞാൻ പറയാം, എല്ലാവരും മനസ്സ് നിറഞ്ഞ്. ചിദംബേ പുണ്ഡരീകാക്ഷ നമസ്തേ വിശ്വഭാവന സുബ്രഹ്മണ്യ നമസ്തേ പൂർവജം ഉപചാരമന്ത്രം സുബ്രഹ്മണ്യനെ ഉപചരിച്ചാണ് അവിടെ ഗുരുവായൂരത്തിന് പോലും ഉപചാരമന്ത്രം പറയുന്നത്. ഈ ഉപചാരമന്ത്രം അറിഞ്ഞിരിക്കണം. സുബ്രഹ്മണ്യന്റെ ഉപചാരമന്ത്രം മഹാവിഷ്ണുവിനും കൃഷ്ണനും ഗുരുവായൂരപ്പനും എല്ലാവർക്കും അവസാനം പറയുന്നത് എന്താണ്? ഉപചാരമന്ത്രം എന്ന് പറയും. അപ്പൊ ഈ മന്ത്രം സുബ്രഹ്മണ്യന് പോലും കൃഷ്ണന് പോലും സമർപ്പിക്കുന്ന സുബ്രഹ്മണ്യൻ ഇല്ലാതെ ഒരു പൂജയില്ല. വേദങ്ങളിൽ സുബ്രഹ്മണ്യൻ, അതുപോലെ പുരാണങ്ങളിൽ സുബ്രഹ്മണ്യൻ. അങ്ങനെ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന സർവജ്ഞാനിയായ ആ ദേവനെ സ്മരിക്കേണ്ടതാണ്. അരുണഗിരിനാഥനാണ് തിരുപ്പുകഴ എഴുതിയത്. അരുണഗിരിനാഥൻ തമിഴ്നാട്ടിൽ ഈ സറയിലെ 5 മിനിറ്റ് കൂടെ തരാമോ? അരുണഗിരിനാഥനെ പറ്റി 2 വാക്ക് പറയാതിരുന്നാൽ മഹാപാപമാണ്. തമിഴ്നാട്ടിലെ 15-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഇവിടുത്തെ നമ്മുടെ പ്രധാനമായിട്ടുള്ള എഴുത്തച്ഛനെ പോലെ കഴിഞ്ഞിരുന്ന മലയാളത്തിലെ ശരിക്കും പറയുകയാണെങ്കിൽ ലിപികളെല്ലാം കടമെടുത്ത് തമിഴും മലയാളവും അറബിയും എല്ലാം കൂടെ ചേർത്ത് മിശ്രിതമായ 2 അക്ഷരം കൊണ്ടൊന്നും വാക്കുകളുണ്ടാക്കാൻ പറ്റില്ല. തമിഴ് അങ്ങനെയല്ല, 2 അക്ഷരം കൊണ്ട് അർത്ഥഗംഭീരമായ വാക്കുകളുണ്ടാകും. അങ്ങനെ തമിഴിൻ്റെ വ്യാകരണവും തമിഴിൻ്റെ സംസ്കാരത്തെയും വളർത്തിയെടുത്തവരാണ് അഗസ്ത്യരും അതുപോലെ തന്നെ ഈ അരുണഗിരിനാഥനും. 15-ാം നൂറ്റാണ്ടില് ആഭാസനായി നടന്ന ഒരു വ്യക്തിയായിരുന്നു അരുണഗിരിനാഥൻ. ആഭാസൻ എന്ന് പറയുമ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ അമ്മ ചെറുപ്പത്തിലെ മരിച്ചുപോയി. ഒക്കെ അറിയാൻ വേണ്ടി അറിഞ്ഞുകൂടാല്ലേ, ഞാൻ പെട്ടെന്ന് പറഞ്ഞു തീർക്കാം. ഈ അരുണഗിരിനാഥൻ എന്ന് പറയുന്നത് അദ്ദേഹമാണ് തിരുപ്പുകഴും തിരുമന്ത്രവും അതുപോലെ തന്നെ സ്കന്ദരവിഭൂതിയും ത്രിമന്ത്രം ഇങ്ങനെയുള്ള ഒരുപാട് കീർത്തനങ്ങൾ ധാരാളം തമിഴിന് കൊടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ് അരുണഗിരിനാഥൻ. അപ്പം അദ്ദേഹം ആഭാസനായിരുന്നു, വളരെ സുന്ദരനായിരുന്നു. അദ്ദേഹത്തിന് ശ്രീരമണനായിരുന്നു. ഒരുപാട് വേശ്യാസമങ്ങളും എല്ലാം കഴിഞ്ഞതിന് ശേഷം വീണ്ടും അതായത് എത്ര തന്നെ അദ്ദേഹത്തിന് ഒന്നിനും തൃപ്തിയില്ലാതെ അവസാനം ആ മക്കളൊന്നും ഉപയോഗിക്കുന്നില്ല. സ്വന്തം സഹോദരി, ഇനി നിനക്ക് തൃപ്തിയായില്ലെങ്കിൽ എന്നെയും കൂടെ നീ ഉപയോഗിക്കുമെന്ന് പറയും വളർത്തിയ സഹോദരൻ. അത് കേട്ട് മനസ്സ് തകർന്ന് അരുണഗിരിനാഥൻ ഇതാണ് പറഞ്ഞത്. ആർക്കാണ് എപ്പോഴാണ് അനുഗ്രഹം ലഭിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. മനസ്സ് തകർന്ന അരുണഗിരിനാഥൻ നേരെ തിരുവണ്ണാമല പോയി ആത്മഹത്യ ചെയ്യാൻ വേണ്ടി. ഇനി എൻ്റെ ജീവിതം നിഷ്പ്രഭമാണ്, ഞാൻ ദുഷ്ടനാണ്, ഞാൻ അഴി കൊടുത്ത് കരിമ്പടം കൂടി ആ തിരുവണ്ണാമല പോയി വലിയ ഗോപുരത്തിൽ അവിടെ തന്നെ മുരുകൻ ഗോപുരം എന്നൊരു ഗോപുരമുണ്ട്. ആ ഗോപുരത്തിൽ നിന്ന് ചാടിയപ്പോൾ കഥകളാണെങ്കിലും കഥ കേൾക്കുന്നത് അതിനൊക്കെ ഒരു സാരാംശമുണ്ട്. ഒരാള് ഒരു പയ്യൻ അത് അദ്ദേഹത്തിന് വളരെ പൊക്കത്തിലുള്ള ഗോപുരത്തിൽ നിന്നാണ് ചാടിയത്. അയാൾ നോക്കിയിട്ട് പറഞ്ഞു, എന്നെ എന്തിന് നീ രക്ഷപ്പെടുത്തി? ഞാൻ ദുഷ്ടനാണ്, എല്ലാം നശിപ്പിച്ചവനാണ്, എല്ലാവരെയും ഞാൻ നശിപ്പിച്ച എന്നെ നീ എന്തിനെ ഇങ്ങനെ രക്ഷപ്പെടുത്തി എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഒരു വാക്ക് ആ പയ്യനുണ്ട്, ചുമ്മാതിരി, നീ ചുമ്മാതിരി. അതിനാണ് ഒരു പുസ്തകമുണ്ട്, ചുമ്മാതിരിക്കും സൂത്രം. ഒന്നും വേണ്ട, ചുമ്മാതിരിക്കുന്നത്.
ചുമ്മാരരി എന്ന് പറഞ്ഞു. അങ്ങനെ ചുമ്മാരരി എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് ക്രമേണ സുബ്രഹ്മണ്യൻ എന്ത് ചെയ്ത് നാവ് പോലും മടങ്ങാത്ത അദ്ദേഹത്തിൻ്റെ വായില് സുബ്രഹ്മണ്യൻ്റെ പേരെടുത്ത് അതിൻ്റെ അഗ്രം കൊണ്ട് ഒന്ന് വരച്ചു എഴുതി പ്രണവമന്ത്രം. എന്നെപ്പറ്റി പാടെന്ന് പറഞ്ഞു. എനിക്കറിയില്ല പാടാൻ, ഒന്നുമേ അറിയില്ല. വീട്ടിൽ പേരെടുത്ത് പറഞ്ഞു, ഈ പാടിടാ എന്ന് തുടങ്ങി. എത്ര സമ്പുഷ്ടമായ മുത്തൈത്തടി ഭക്തിത്തിരുനകை അത്തിക്കിര ശക്തി ശരവണ മുക്തിക്കൊരു വിത്തിക്കൊരു പേരന് മുഴുക എന്ന് പറഞ്ഞ് പാടി. അങ്ങനെ പാടിയപ്പോൾ സുബ്രഹ്മണ്യൻ പറഞ്ഞു, നിന്റെ ഈ പാടൽ അതിൽ നിന്ന് ധാരാളം ശ്ലോകങ്ങൾ. സുബ്രഹ്മണ്യൻ പയ്യനായിരുന്നു, അങ്ങോട്ടോട് ഇങ്ങോട്ടോട് അതിനായി എന്നൊക്കെ പാട്ട് പാടണം. പാടി തിരുപ്പുകൾ പാടി. ആ തിരുപ്പുകളിൽ 1000ഓളം ശ്ലോകങ്ങളുണ്ടായിരുന്നു. അതിൽ അവശേഷിക്കുന്നത് ഇപ്പോൾ 50-51 ശ്ലോകങ്ങളാണ്. അപ്പം അങ്ങനെ ശരവണമുക്തിക്കൊരു വിത്ത്, അതിൻ്റെ നല്ല കാൽപ്പറ്റ് പോലുള്ള അങ്ങയുടെ അനുഗ്രഹം എനിക്ക് ശക്തി തന്നു എന്ന് പറഞ്ഞ് മതിമറന്ന് പാടുകയാണ് ചെയ്തത്. അപ്പം അവിടെ എന്ത് സംഭവിച്ചു? എത്ര ദുഷ്ടനും വൃത്തികെട്ടവനുമായാലും ഭഗവാന്റെ കയ്യിലെത്തിക്കഴിഞ്ഞാൽ അവൻ മാണിക്യം പോലെയാണ് എന്നുള്ളതിന് സിദ്ധാന്തമായത്. പിന്നീട് അരുണഗിരിനാഥൻ്റെ നാഥൻ എന്ന പേര് കൊടുത്ത പിന്നെയാണ് അദ്ദേഹം എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് പാരിജാത ഒരു സതിയായിരുന്നു. പാരിജാത പുഷ്പത്തിന് വേണ്ടി ഒരു തത്തയുടെ രൂപം കൊണ്ടു സ്വന്തം ജഡം ഉപയോഗിച്ച് അതിന് പരമായ പ്രദേശം എന്ന് പറയും. ജഡം ഇവിടെ കിടക്കാണ്, വീണ്ടും വന്ന് ചിലപ്പോൾ കയറാനാണ് ഇരിക്കുന്നത്. അങ്ങനെ തത്തയുടെ പുറത്ത് കയറി പാരിജാത പുഷ്പം കൊണ്ടുവന്ന് കണ്ണ് കാണാത്തവർക്ക് പാരിജാത പുഷ്പം കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ കണ്ണ് കാണുമെന്ന് പറഞ്ഞത്. അങ്ങനെ അന്വേഷിച്ച് പോയിട്ട് തിരിച്ചു വന്നപ്പം ജഡം കറക്കിയിരിക്കുകയാണ്. ഇനി അതിന് പ്രവേശിക്കാൻ പറ്റില്ല. ആ തത്തയാണ് അവിടെ അരുണഗിരിനാഥൻ്റെ, അതായത് തിരുവണ്ണാമലയിലെ ഒരു തത്തയുടെ രൂപത്തോടുകൂടി മുരുകൻ ഗോപുരം എന്നറിയപ്പെടുന്നത്. ആ തത്തയാണ് പഴനിയിലെ സുബ്രഹ്മണ്യൻ്റെ തോളിലൊരു തത്തയുണ്ട്. ഏത് തത്ത? അത് അരുണഗിരിനാഥനാണ്. ആ സുബ്രഹ്മണ്യനെ പ്രതിഷ്ഠിച്ചത് ഭോഗനാണ്. ഭോഗന ചൈനാക്കാരനാണ്. പഴനിയിലെ ഭോഗൻ നവപാഷാണം കൊണ്ട് അദ്ദേഹത്തിന് സമാധിയുണ്ട്. ആദ്യം 3 വിഗ്രഹങ്ങൾ ഉണ്ടാക്കി 3 പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. പലതും പല സ്ഥലത്തായിട്ടാണ് കാണുന്നത്. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പം അങ്ങനെ ആ നവപാഷാണത്തിന്, പാഷാണം എന്ന് പറയുന്നത് കൂട്ടാണ്. അതിൽ മനുഷ്യർക്ക് പ്രയോജനപ്പെടാനാണ്. രോഗങ്ങൾ മാറ്റി നിങ്ങൾ ഈ കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി മനുഷ്യൻ ദീർഘായുസിന് വേണ്ടിയാണ് നവപാഷാണം കൊണ്ട് നിർമ്മിച്ചത്. അതിൽ ചെയ്യുന്നത് ഈ പഞ്ചാമൃത നിവേദ്യമല്ല, അവിടെ അഭിഷേകം നടത്തുന്നത് പഞ്ചാമൃതമാണ്. അങ്ങനെ പഞ്ചാമൃതം കൊണ്ട് അഭിഷേകം ചെയ്യുന്നത്, ആ അഭിഷേക പഞ്ചാമൃതമാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ പഴനിയിലെ പഞ്ചാമൃതമാണ് ഏറ്റവും വളരെ വിശേഷപ്പെട്ടത്. അപ്പം അവിടെയൊക്കെ ഒരു തത്വശാസ്ത്രമുണ്ട്. പഴനിയും അതുപോലെ തിരുക്കലിമലയും അതുപോലെ തന്നെ തിരുപ്പരമുണ്ടവും തിരിച്ചെത്തൂരും ഇങ്ങനെ അവിടെയുള്ള ആഹാരങ്ങളെ കൊണ്ട് നിറഞ്ഞതാണ്. അപ്പം എല്ലാത്തിലും വളരെ ശക്തിയേറിയ ആ സുബ്രഹ്മണ്യന് നമുക്ക് തീർച്ചയായിട്ടും എപ്പോഴും നമ്മുടെ മനസ്സിൽ ഭരിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പം സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന ഇച്ഛാശക്തി, ക്രിയാശക്തി, ജ്ഞാനശക്തി സ്വരൂപനായ ആ സുബ്രഹ്മണ്യനെ പറ്റി പറയാനെ കൊണ്ട് ഒരവസരം കിട്ടിയത് ഞാൻ വളരെ ഇതായിട്ട് കാണുന്നു. ഇനി നമുക്കത് നിർത്താം എന്നുള്ളതാണ്. ഇപ്പം 2 പ്രധാനമായിട്ടുള്ള